അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് താരീഖിലെ രണ്ടാമത്തെ പാഠമാണ്. എന്താണ് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര്? മക്കത്തുൽ മുക്കറമ അല്ലേ? മക്കയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? കുറേ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പം നാം പാഠം എളുപ്പമായിരിക്കും അല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ശ്രദ്ധിച്ചോളൂ. സൗദി അറേബ്യയിലെ പരിപാവനമായ നഗരമാണ് മക്ക. എവിടെയാണ് മക്ക സ്ഥിതി ചെയ്യുന്നത്? സൗദി അറേബ്യയിൽ അല്ലേ? സൗദി അറേബ്യയിലാണ് മക്ക സ്ഥിതി ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാം അല്ലേ? മോർ ദാൻ എല്ലാവർക്കും അറിയും അല്ലേ? എന്നാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സൗദിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയാമോ? അതെ അവിടെ നീ മതി. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞുതരാം. അവിടെ മക്കയുണ്ട്, മദീനയുണ്ട് അല്ലേ? മക്കയും മദീനയെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള കുറേ പാട്ടുകളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കുറേ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. നോക്കിക്കോളൂ, എന്നാ പുസ്തകം നോക്കാം കേട്ടോ. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതും വളർന്നതും ഇവിടെയാണ്, മക്കത്താണ് അല്ലേ? അതെ. ചിത്രത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾ കണ്ടോ? എന്താണ് അതിൻ്റെ പേരെന്താ പറയാ? യെസ്, കഅബ ഷരീഫ് അല്ലേ? അതാണ് പുസ്തകത്തിൽ നോക്കിക്കോളൂ. ചിത്രത്തിൻ്റെ മധ്യത്തിൽ കാണുന്നതാണ് പ്രസിദ്ധമായ കഅബ ഷരീഫ് അല്ലേ? എന്തിനാണ് കഅബ ഷരീഫ് സ്ഥാപിച്ചിട്ടുള്ളത്? എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ആർക്കെങ്കിലും അറിയോ? എന്തിനാണ് ഇപ്പോൾ അവിടെ കഅബ അവിടെ എന്തിനാ സ്ഥാപിച്ചത്? അറിയോ ആർക്കെങ്കിലും? സെക്കൻഡ് ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഏക ഇലാഹായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനായി ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനമാണ് കഅബ. കഅബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏക ഇലാഹായ അള്ളാഹുവിന് അല്ലേ? ഏക ഇലാഹ്, ഒറ്റ ഇലാഹല്ലേ ഉള്ളൂ. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രം, ഒറ്റ ദൈവം അല്ലേ? ഒരു ദൈവം അല്ലേ? അതാണ് അള്ളാഹു. ഏക ഇലാഹായ അള്ളാഹുവിന് അല്ലേ? ഒരുവനാണ്. ഒരുവനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനമാണ് കഅബ. ഭവനം മീൻസ് എന്താണ്? ഭവനം. നിങ്ങൾക്കൊക്കെ ഭവനം ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾക്കൊക്കെ ഭവനങ്ങളില്ലേ? ഉണ്ട്. എന്താണ് ഭവനം? അവിടെ എന്താണ്? വീട് അല്ലേ? അപ്പം അള്ളാഹുവിൻ്റെ വീടാണ് എന്ത്? കഅബ ഷരീഫ് അല്ലേ? അള്ളാഹുവിൻ്റെ വീട്. എന്തിനാണ് ആ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് എന്ത്? ആ വീട് അല്ലേ? ഒന്നുകൂടി നോക്കിക്കോളൂ. ഏക ഇലാഹായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലേ? ഇബാദത്ത് ചെയ്യാനായി ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനമാണ് കഅബ അല്ലേ? അവിടേക്ക് നമ്മൾ എന്തിനൊക്കെ പോകാറുണ്ട്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ. അവിടെ പറയ്. അതെ. ഓക്കെ, ഇനി ഞാൻ പറയാം കേട്ടോ. ഉംറ അല്ലേ? ഹജ്ജ്, ഉംറ ഇവ നിർവഹിക്കാൻ, ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ എത്തുന്നത് മക്കയിലാണ് അല്ലേ? നമ്മളെ വീട്ടിൽ നിന്നും, നമ്മളെ അയൽവാസികളുടെ വീടുകളിൽ നിന്നും, അതുപോലെ തന്നെ നമ്മളെ നാട്ടുകാരെ വീടുകളിൽ നിന്നും ഒക്കെ എന്തിന് പോവാറുണ്ട്? ഉംറയ്ക്ക് പോവാറുണ്ട്, ഹജ്ജിനൊക്കെ പോവാറില്ലേ? അവരൊക്കെ എവിടേക്കാണ് പോകുന്നത്? അവരൊക്കെ എവിടേക്കാണ്? മക്കയിലേക്കാണ് പോകുന്നത് അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിക്കോളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ പത്നി ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഇവിടെയാണ്. എവിടെ? മക്കത്ത്.
അല്ലേ? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം എവിടേക്ക് പോവുകയാണ്? മക്കയിലേക്ക് പോവുകയാണ്. ആരെ കൊണ്ട്? ആരെയും കൂട്ടിയിട്ട്? പത്നി എന്ന് പറഞ്ഞാലാ? പത്നി മനസ്സിലായോ? പത്നി എന്ന് പറഞ്ഞാലാ ഭാര്യ, അല്ലേ? ഭാര്യക്കാണ് എന്താ പറയാ? പത്നി എന്ന് പറയും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പത്നി ആരാണ്? ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. ഹാജറ ബീവിയെയും കൂട്ടിയിട്ട് റളിയല്ലാഹു അൻഹ മകനെയും കൂട്ടുന്നുണ്ട്, അല്ലേ? മകൻ ആരാണ്? ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കൂട്ടി എവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു? മക്കത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചു, അല്ലേ? അന്ന് മക്കത്ത് ആൾ താമസം ഉണ്ടായിരുന്നില്ല. ആൾ താമസം ഇല്ലാത്തതിനാൽ ഭയങ്കരമായി പ്രയാസപ്പെട്ടു, അല്ലേ? അങ്ങനെ അന്ന് ദാഹജലത്തിനായി ഇസ്മായിൽ അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് കാലിട്ടടിച്ചു, അല്ലേ? കൊച്ചു കുഞ്ഞല്ലേ, അല്ലേ? കുട്ടികൾ നമ്മൾ കണ്ടില്ല, നമ്മളെ വീട്ടിലുള്ള കുട്ടികളെല്ലാം കരയുമ്പോൾ കാലിട്ടടിക്കൂലേ? അല്ലേ? കരഞ്ഞങ്ങനെ കാലിട്ടടിക്കും, അല്ലേ? അങ്ങനെ കാലിട്ടടിച്ച സ്ഥലത്ത് ഉറവയെടുത്ത പുണ്യജലമാണ് മാഉ സംസം, അല്ലേ? നമ്മളെല്ലാം സംസം വെള്ളം കുടിക്കാറില്ലേ? ഹജ്ജിന് പോയവർ, ഉംറക്ക് പോയി വരുന്നവർ, അവരൊക്കെ എന്ത് കൊണ്ടുവരാറുണ്ട്? സംസം വെള്ളം കൊണ്ടുവരും, അല്ലേ? ആ വെള്ളം എങ്ങനെ ഉണ്ടായത്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം ദാഹിച്ചു വലഞ്ഞപ്പോൾ, ദാഹിച്ച് ഇടങ്ങാറായി, കൊച്ചു കുഞ്ഞല്ലേ, ദാഹിച്ചു വലഞ്ഞപ്പോൾ ഇടങ്ങാറായപ്പോൾ കരഞ്ഞു, അല്ലേ? കരഞ്ഞുകൊണ്ട് കാലിട്ടടിച്ചു. ആ സ്ഥലത്ത് നിന്ന് ഉറവ പൊട്ടിയുണ്ടായ വെള്ളമാണേത്? സംസം. എന്താ പേര്? മാഉ സംസം. മനസ്സിലായോ? അപ്പം സംസം വെള്ളം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ? അതെ. ഇനി മക്കയ്ക്ക് ഇനിയും വേറെ പേരുകളുണ്ട് കേട്ടോ. മക്ക നഗരത്തിന് ബക്ക എന്നും ഉമ്മുൽ ഖുറ എന്നും പേരുണ്ട്. എന്തൊക്കെ പേരുണ്ട്? ബക്ക, മക്കാന്നും പറയും, ബക്കാന്നും പറയും, പിന്നെന്ത് പറയും? ഉമ്മുൽ ഖുറ, അല്ലേ? ഉമ്മുൽ ഖുറ എന്നും പേര് ഉണ്ട്. മനസ്സിലായോ? പാഠം മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ലേ? കഅബ ഷരീഫ് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്? എങ്ങനെയാണ് സംസം വെള്ളം ഉണ്ടായത്, അല്ലേ? അതൊക്കെ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു, അല്ലേ? അതുപോലെ മക്കയുടെ പേരുകൾ ഒക്കെ നമ്മൾ പാഠത്തിൽ പഠിച്ചു, അല്ലേ? അല്ലാഹു തആല ഖൈർ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.